കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് കണ്ട് ചിരിച്ചു മറിഞ്ഞ് എൻജോയ് ചെയ്ത് കണ്ടൊരു ഫിലിമായിരുന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ തന്നെ പ്രേമലു എന്ന് പറഞ്ഞ സിനിമ കണ്ട് ഞാൻ തിയേറ്ററിൽ കിടന്ന് ചിരിച്ചു മറിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അത്രയധികം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു മൂവി ആയിട്ടാണ് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണി എന്ന സിനിമകൾക്ക് ശേഷം ഗിരീഷ് ഏടി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണിത്. മുമ്പത്തെ 2 സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. സിനിമ ഇഷ്ടമായിരുന്നു എനിക്ക്. അതിലെ കോമഡികളും കാര്യങ്ങളും കൗണ്ടറുകളാണെന്നുണ്ടെങ്കിലും മേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും പാട്ടുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തൊക്കെയോ അവിടേക്ക് ഒരു പോരായ്മ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രേമലു എന്ന് പറഞ്ഞ സിനിമയിലോട്ട് എത്തുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ തോന്നിയില്ല. ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. മേ ബി എൻ്റെ ഒരു മൈൻഡ് കൊണ്ടായിരിക്കാം ഞാൻ ഈ ഒരു സിനിമ ജസ്റ്റ് ഒരു റൊമാൻറ്റിക് കോമഡി മൂവി ലൈക്ക് സൂപ്പർ ശരണി അല്ലെങ്കിൽ തണ്ണീർമത്തൻ ദിനങ്ങൾ പോലെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷേ സിനിമയുടെ ഒരു അവസാനത്തിലോട്ട് എത്തിയപ്പോൾ സിനിമ ലൈക്ക് ഒരു ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ ഒരു ഭയങ്കര നമുക്ക് ഇമോഷണലി കണക്റ്റ് ആക്കുന്ന ഒരു റൊമാൻറ്റിക് ഫിലിമായിട്ട് അല്ലെങ്കിൽ അവരുടെ ലവ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ കുറച്ചൊക്കെ കരയിപ്പിച്ച് അവസാനം സന്തോഷത്തോട് കൂടിയിട്ട് ഇറക്കി വിടുന്ന ഒരു സിനിമയായിട്ടാണ് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം കൂടി പറയാനായിട്ടുള്ളത്, ഒരു പക്ഷേ ഈ ഒരു സിനിമ കൂടുതൽ വർക്കൗട്ട് ആവാനായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു സാധ്യത തോന്നുന്നു യങ്ങർ ജനറേഷനിലാണെങ്കിലും ടീനേജേഴ്സിലാണ്. കാരണം അവരാണ് കൂടുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ച് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ സംഭവങ്ങൾ, കോമഡികൾ, കാര്യങ്ങൾ സിനിമയിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ അതൊന്നും അത്രയധികം ഫോളോ ചെയ്യാത്ത ആളുകൾക്ക് അത്രയധികം അത് കണക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. സോ ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. സോ ഞാൻ സിനിമയ്ക്ക് പോയപ്പോഴാണെന്നുണ്ടെങ്കിലും രാഗം തിയേറ്ററിൽ ഓൾമോസ്റ്റ് ഒരു 99% ടീനേജേഴ്സ് ആയിരുന്നു. അങ്ങനെ ആ ഒരു ടീനേജേഴ്സിൻ്റെ ഒപ്പം സിനിമ കണ്ടുണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലനായിരുന്നു. അത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് അതുകൊണ്ടാണ് പറയാൻ കാരണം. അത് ഈ ഒരു സിനിമ OTT വന്നിട്ട് കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയാൻ സാധ്യത ഇതൊക്കെ അത്രയ്ക്കധികമുള്ള ഒരു സിനിമ ഉണ്ടോ എന്നൊക്കെ ഒരു പക്ഷേ ചോദ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ ഒക്കെ വന്നപ്പോൾ അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ഞാൻ ആദ്യമേ എടുത്ത് പറയുകയാണ്. സോ നമുക്ക് സിനിമയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിരീഷ് ഏടി എന്ന് പറഞ്ഞ ഡയറക്ടറെ ആദ്യം നമിക്കണം. കാരണം ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു സിനിമ ചെയ്തു വെച്ചതിൽ അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ 2 സിനിമകളോട് ഏകദേശം സെയിം പാറ്റേൺ ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മേക്കിംഗ് രീതികളിലൊക്കെ വളരെ ഇമ്പ്രൂവ്മെൻറ്റ്, വളരെയധികം ചേഞ്ചസ് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒരിക്കലും മൊണോട്ടണസ് ആവാത്ത രീതിയിൽ ത്രൂ ഔട്ടായിട്ട് എൻഗേജ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള സംഭവം ചെയ്തു വെക്കുന്നതിന് വലിയൊരു ഹെഡ്സ് ഓഫ് ടു ഗിരീഷ് ഏടി. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി പറയാം, എനിക്ക് അറിയാവുന്ന പണി വൃത്തിയായിട്ട് ചെയ്യുന്നതല്ല നല്ലത്, റിസ്ക് എടുക്കാൻ പോകണ്ടല്ലോ എന്നുള്ളത്. നിങ്ങൾ അറിയാവുന്ന പണി തന്നെ ചെയ്താൽ മതി, ഇതുപോലെ പ്രേക്ഷകരെ എൻജോയ് ചെയ്യിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഇനി പെർഫോമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നസ്ലിൻ ആൻഡ് മബിത ബൈജു അവരാണ് ലീഡ് ക്യാരക്ടേഴ്സായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലീഡ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവരുടെ പ്രകടനം കിടിലനായിരുന്നു. നസ്ലിൻ്റെ ഒക്കെ ഒരു ഇമോഷണൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഇത് കാണാനൊക്കെ ആയിട്ട് പറ്റിയതൊക്കെ കിടിലനായിരുന്നു. ഒരു ഭയങ്കര വിഷമത്തിൽ വന്നിട്ട് ഡോറൊക്കെ തുറന്നു വന്നിട്ട് ഡോർ തുറന്നിട്ടൂടെ തുടർന്നുണ്ടാവുന്ന കുറച്ച് സീനുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റായി. അത് സൂപ്പർവായിട്ട് നസ്ലിൻ ചെയ്തിട്ടുണ്ട്. മമിത ബൈജു ആണെന്നുണ്ടെങ്കിലും ഒരു ലീഡ് ഹീറോയിൻ റോളിലേക്ക് വരുന്ന ആദ്യമായിട്ടാണ്. ആ റോളും സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു മമിതാനയിൽ കാണാനായിട്ട്. നല്ലൊരു പെയറായിരുന്നു രണ്ടുപേരുടെയും. ആ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ കിടിലനായിരുന്നു. 2 പേർക്കും ഓരോ സുഹൃത്തുക്കളുണ്ട് കൂടെ ഉണ്ടായിരുന്നു. നസ്ലിനാണെന്നുണ്ടെങ്കിൽ സംഗീത് പ്രതാപ് ചെയ്തിട്ടുണ്ടായിരുന്ന അമൽ ജോഷി എന്ന് പറയുന്നൊരു ക്യാരക്ടറിലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. കട്ട സപ്പോർട്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളത് നസ്ലിനോടൊപ്പം മാത്യൂസിനെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ക്യാരക്ടർ പ്ലേസ് ചെയ്ത് കിടലിനായിട്ട് തോന്നി. ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. കിടലിൻ ക്യാരക്ടർ തന്നെയായിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. മമിതയ്ക്കാണെന്നുണ്ടെങ്കിൽ അഖില ഭാർഗവൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതും സൂപ്പർബായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയത്തക്ക ചെറിയ റോളാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയത്തക്ക ഒരുപാട് പ്രകടനങ്ങൾ സിനിമയിൽ വരുന്നുണ്ട്. എസ്പെഷ്യലി മീനാക്ഷിയുടെ ഒരു കിടിലൻ സാധനം ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ഒരു പാട്ട് പാടുന്ന സീനൊക്കെ കിടിലനായിരുന്നു. അത് എന്താ പറയുക, അമ്മയ്ക്ക് പ്രസവവേദന മകൾക്ക് വീണവായന എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു സംഭവം കാര്യങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി കിടിലനായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുബിൻ എന്ന് പറയുന്ന ഏകദേശം നമ്മുടെ സലീമേട്ടനൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊരു ക്യാരക്ടർ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഷംസീർ ഖാൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അതും കിടിലനായിരുന്നു. പിന്നെ ശ്യാം ചെയ്തിട്ടുണ്ടായിരുന്ന ആദി എന്ന് പറഞ്ഞ റോളും ഒരു ടീം ലീഡർ ബോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും കാര്യങ്ങളും അവരും ഈ പറയുന്ന നസ്ലിൻ ടീമായിട്ടുള്ളൊരു കെമിസ്ട്രി കാര്യങ്ങൾ അവരുടെ കൗണ്ടർ കോമഡീസൊക്കെ കിടിലനായിരുന്നു. ഇതിൽ കോമഡി മാത്രമല്ല ഒരുപാട് കൗണ്ടർ സീൻസുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ചളികൾ വരുന്നുണ്ട്. അതൊക്കെ ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഗംഭീര സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ അടുത്തൊന്നും ഞാൻ അത്രയധികം ചിരിച്ചിട്ടില്ല. ആഫ്റ്റർ രോമാഞ്ചം എനിക്ക് തോന്നുന്നു ഇതാണ് ഞാൻ അത്രയധികം ചിരിച്ച സിനിമ. ഓൾസോ അൽത്താഫ് സലീം ചെറിയ റോളാണെങ്കിലും അൽത്താഫ് സലീമും അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്യൂസിനും ചെറിയൊരു റോള് കാര്യങ്ങളുണ്ട്. കുറച്ച് നേരമുള്ളതെന്നുണ്ടെങ്കിലും ഉള്ള റോള് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സർപ്രൈസിങ് ആയിട്ടൊരു ക്യാമിയോ റോളൊക്കെ വരുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞ്
ഞാൻ ആ സസ്പെൻസ് പൊളിക്കുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാതെ എത്രത്തോളം പേർക്ക് അത് മനസ്സിലാവും എന്നുള്ളത് അറിയില്ല. അത് സിനിമയായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകുന്നവർക്ക് മാത്രമാണ് അതൊരു പക്ഷേ കണക്റ്റ് ആവുള്ളൂ, അല്ലാത്തവർക്കത് അത്രയും കണക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ പ്രകടനങ്ങൾ, കാസ്റ്റിങ് പക്ക കിടിലനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വളരെ ഓർഗാനിക്കായിട്ട് തോന്നി, ഒന്നും ഫോഴ്സ്ഡ് അല്ലാത്ത രീതിയിലുള്ള കോമഡികളും കൗണ്ടറുകളൊക്കെ ആയിട്ട് കിടിലനായിരുന്നു. ഇനി ടെക്നിക്കൽ സൈഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്കാണ്. വിഷ്ണു വിജയുടെ കിടിലൻ മ്യൂസിക്കും കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. തുടക്കത്തിൽ തന്നെ ഒരു ജിൽ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭയങ്കര ഒരു വൈബായിരുന്നു ആ ഒരു പാട്ട് തിയേറ്ററിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷം വരുന്ന എല്ലാ കുടിയെ എന്ന് പറഞ്ഞ സോങ് ആണെന്നുണ്ടെങ്കിലും മഹാറാണി എന്ന് പറഞ്ഞ സോങ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രസമായിട്ട് തന്നെ ആ ഒരു സിനിമയുടെ ആ ഒരു ഫ്ലോ ശരിക്കും അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന തരത്തിലുള്ളൊരു രീതിയിലായിരുന്നു പോകുന്നുണ്ടായത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുണ്ടെങ്കിലും കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ട്രാക്ക് ആണെന്നുണ്ടെങ്കിലും വിഷ്ണു വിജയ് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുത്ത് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമോഗ്രാഫി ആൻഡ് എഡിറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സിനിമോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നത് അജ്മൽ ഷായും എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്ന ആകാശ് ജോസഫ് ആയിരുന്നു. ഈവൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും വളരെ എന്താ പറയുക, ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച രീതിയിൽ കുറേ കട്ട്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ടൂറിലൊരു യാത്ര പോകുന്നുണ്ട്, ബസ്സിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ബസ്സിൽ ഡാൻസ് കളിക്കുമ്പോൾ ബസ് കിടന്ന് കുലുങ്ങണത്. ആ ഒരു മൈന്യൂട്ട് സംഭവം ആ ടയറിൻ്റെയും അല്ലെങ്കിൽ ആ വണ്ടിയുടെ ബോഡിയുടെ ഇടയിലുള്ള ഗ്യാപ്പ് അത് കിടന്ന് കുലുങ്ങണം, ആ ഒരു ചെറിയൊരു കട്ട് വരെ കാണിച്ച് ആ ഒരു വൈബ്, ആ പാട്ടിനനുസരിച്ച് ആ സോങ്ങിനനുസരിച്ച് ആ ഒരു വൈബ് ശരിക്കും കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഈ എഡിറ്റിംഗ് ആൻഡ് സിനിമോഗ്രാഫി ചെയ്തിരിക്കുന്ന കുറേ സംഭവങ്ങൾ എടുത്ത് പറയാനായിട്ടുണ്ട്. അതൊക്കെ സൂപ്പറായിട്ട് ബ്രില്യൻ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിലിംഗ് അവർ ചെയ്തതായിട്ട് പേഴ്സണലായിട്ട് തോന്നി. പിന്നെ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഈ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തുന്ന കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെയാണ്. ക്ലൈമാക്സ് ആണ് വളരെയധികം ഇമോഷണലി ഡൗൺ ആയി നിൽക്കുന്ന നേരത്തിലും നല്ല കൗണ്ടറുകളും കോമഡികളും കാര്യങ്ങളും കൊണ്ടുവരാനായിട്ട് എനിക്കത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞ ചിരി വരാണ്. അത്രയും സീരിയസ് ആയിട്ട് പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ പോലും അവിടെ വരുന്ന കോമഡികൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നത് നമ്മൾ കരയണോ ചിരിക്കണോ വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കും. പക്ഷെ അത് ആ ഒരു അവസ്ഥയിൽ നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഇത്ര ഇമോഷണലിൻ്റെ ഇടയിലാണോ കോമഡി പറയണതെന്ന് നമുക്ക് തോന്നുന്നില്ല. ബട്ട് നമുക്ക് ആ ഒരു സീൻസിൻ്റെ ഇടയിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത് എങ്ങനെ അത് സെറ്റപ്പ് ചെയ്തു എന്ന് എനിക്കിപ്പോഴും ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. അത്രയും സങ്കടം വിഷമത്തിൻ്റെ ഇടയിൽ ആ ഒരു കോമഡി, അത് ഒരു കോമഡി എന്നല്ല, ത്രൂ ഔട്ടായിട്ട് വരും. ലൈക്ക് നമ്മൾ ഈ ചോട്ട മുംബൈ സിനിമയിൽ ബിജുക്കുട്ടൻ വന്നിട്ട് ഇത്ര അധികം വിഷമം സീനിൻ്റെ ഇടയിൽ ഹാപ്പി ബർത്ത്ഡേ ആശാനെ എന്ന് പറയുന്ന ആ ഒരു സീൻ പോലെ അതേപോലത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് കോമഡി സീൻസുകളും കാര്യങ്ങളൊക്കെ കിടിലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണേണ്ട ഒരു ഫിലിമായിട്ടാണ് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കേട്ട് വലിയ ഗംഭീര സിനിമ നമുക്ക് തോന്നരുത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്. അത്യാവശ്യം നല്ല കോമഡി കൗണ്ടർ കാര്യങ്ങളുണ്ട്, നല്ലൊരു ഇമോഷണൽ ട്രാക്ക് സിനിമയിലോട്ട് വരുന്നുണ്ട്, കുറേ സംഭവങ്ങൾ കണക്റ്റ് ആവുന്നുണ്ട്. ശരിക്കും നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സിനിമ നിങ്ങൾ OTT വേണ്ടി വെയിറ്റ് ചെയ്ത്, കാരണം ഈ ഒരു സിനിമ OTT വന്നു കഴിഞ്ഞാൽ ഇത്ര അധികം എൻജോയ് ചെയ്യാൻ പറ്റും തോന്നില്ല. കാരണം നല്ല ഹൗസ്ഫുള്ളായിട്ടുള്ള തിയേറ്ററിൽ പോയിട്ട് നല്ല ഓഡിയൻസിനോടൊപ്പം ഇരുന്ന് എൻജോയ് ചെയ്യുക, കൗണ്ടറുകൾ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുക. അത് രോമാഞ്ചം തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാനീ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ട എഫക്റ്റ് ആയിരിക്കില്ല ഒരാൾക്കും പിന്നീട് അത് OTT കാണുമ്പോൾ കിട്ടിയിട്ടുണ്ടാകുന്നുള്ള 100% ഉറപ്പാണ്. ഞാൻ ആ സിനിമ OTT കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. പക്ഷേ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ ഈ സീനൊക്കെ ഒരുപാട് ചിരിച്ചതാണുള്ളത്. ഇപ്പോൾ എന്താ ചിരി വരാത്ത എനിക്ക് ഫാമിലിയായിട്ട് കാണുമ്പോൾ ഒന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ട് എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാ തരത്തിലുള്ള ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അങ്ങനെ ഡബിൾ മീനിങ് ഉള്ള കോമഡീസ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. നല്ല ഓർഗാനിക്കായിട്ടുള്ള നല്ല കോമഡി കാര്യങ്ങളാണ്. പിന്നെ അടുത്ത് പറയുന്നത് കൂടുതലായിട്ട് യങ്ങർ ജനറേഷൻ ടീനേജേഴ്സിന് അവർക്കാണ് മെജോറിറ്റി ഓഫ് ദ കോമഡീസ് അല്ലെങ്കിൽ റെഫറൻസസ് സംഭവങ്ങൾ കൂടുതൽ കണക്ട് ആവുക എന്നുള്ളത് മാത്രം. ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഫിലിമാണ് പ്രേമലു എന്ന് പറയുന്നത്. തിയേറ്ററിൽ പോയിട്ട് തീർച്ചയായിട്ടും കണ്ടു നോക്കി നോക്കുക. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ കൂടെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു. വൈഫും ഒരുപാട് സിനിമ അങ്ങോട്ട് എൻജോയ് ചെയ്തു, ഒരുപാട് ചിരിച്ചു. അതാണ് മേജറായിട്ടുള്ള കാര്യം. ചിരിച്ച് കരഞ്ഞ് വീണ്ടും ചിരിച്ചിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അത്രയും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. സോ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.